നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ എംക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം അതിലെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം പഠിക്കാൻ എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ലൈവ് വ്യൂവിലേക്ക് ജോയിൻ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. ടെക്നിക്കലായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നതെന്നും കൂടെ ഓർപ്പിക്കുന്നു. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല എഫ് ആൻഡ് ഒ കാറ്റഗറി, അതേപോലെ തന്നെ MCX കാറ്റഗറി, ഫോറക്സ്, ക്രിപ്റ്റോ ഇതിലൊക്കെ ഈ ഒരു ചാർട്ട് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. എല്ലാ മേഖലയിലുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ വ്യൂവിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സോൺ 47,747 അപ്പ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RSI ക്രോസ് ഓവർ ആണ്. നമുക്ക് ഫാസ്റ്റായിട്ട് പറഞ്ഞു തീർക്കാം. ഇന്നും കുറച്ച് തിരക്കുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരാഴ്ച ഇത്തിരി തിരക്കുകളാണ്. ഇത്തിരി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇത്തിരി ഓട്ടത്തിലാണ്. അപ്പോൾ 48,095 മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ആ മൂവ്മെൻറ്റ് എങ്ങോട്ട് വരെ പോകാം? 48,588 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ലോ ലെവലിലേക്കാണെങ്കിൽ നിലവിലുള്ള സപ്പോർട്ട് സോൺ 47,892 ആണ്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 47,804, 47,690 സപ്പോർട്ട്. അതും ബ്രേക്ക് ചെയ്താൽ 47,386, 46,893 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് വരാനായിട്ടുള്ള ചാൻസസ്. ഇതാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഫ്യൂച്ചറിന്റെ കേസിൽ പഴയ ആരോസ് ഒക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ എഗെയിൻ കൺസോൾട്ടേഷനുള്ള ചാൻസ് ഉണ്ട്. 47,880 ബ്രേക്ക് ചെയ്താൽ 47,775 കൺസോൾട്ടേഷൻ. അതിന്റെ താഴെ 47,670 സപ്പോർട്ട്. അതായത് 47,670നും 47,880നും ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോന്നാൽ 47,670 ബ്രേക്ക് ചെയ്ത് പോന്നാൽ 47,460 സപ്പോർട്ട്. അതും ബ്രേക്ക് ചെയ്താൽ 46,935 മാർക്കറ്റ് ഫാൾ ആവും. നിൽക്കുന്നത് 48,020 പ്രീവിയസ് ആയിട്ടുള്ള ഒരു എന്താ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ ചെറിയൊരു മൈനസ് സ്റ്റാർട്ടിങ് ആണെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 48,195 ഇട്ടോ 48,370 മാർക്കറ്റ് മൂവ് ആവാം. പറഞ്ഞ പോലെ 47,880, 47,670 ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ആവുന്നത്. വളരെ ഫാസ്റ്റ് അനലൈസിങ് ആണ്. ഈ രീതിയിലുള്ള അനലൈസിങ് മതി. നിങ്ങൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വ്യൂ നല്ല യൂസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും മതി. എല്ലാവർക്കും പെട്ടെന്ന് കാശുകാരാവണം. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അതാണ് എല്ലാവർക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യം. വളരെ കുറച്ച് പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് സമ്പാദിക്കണമെന്നുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റിന് മേലെ ഉള്ള വീഡിയോ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. അങ്ങനെ അങ്ങനെ ചെയ്യാതെ വിശദമായിട്ടുള്ള വീഡിയോ അനലൈസിങ് കണ്ടതുകൊണ്ടാട്ടോ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത്. ഒരുപാട് സമയം ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതാണ്. 1.5, 2 മണിക്കൂർ, 3, 4 മണിക്കൂർ, 5 മണിക്കൂർ വീഡിയോ ഒക്കെ ഒരു ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ഒക്കെ ആയിട്ടിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിയുടെ സ്ട്രൈക്കിൽ ബെറ്റർ 48,000 കുഴപ്പമില്ല. പിന്നെ ഉള്ളത് നല്ല സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 47,900, 47,800 വലിയ പ്രശ്നമില്ല. പിന്നെ റേറ്റ് കുറഞ്ഞതിലേക്ക് പോകണമെങ്കിൽ 48,500 പ്രോബ്ലം ഇല്ലാത്ത സ്ട്രൈക്കുകളാണ്. അതൊക്കെ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിന്. എപ്പോഴും റേറ്റ് കുറഞ്ഞുള്ള എടുക്കുമ്പോഴത്തേക്ക് മൂവ്മെൻറ്റ് കുറവായിരിക്കും, ഡെൽറ്റ വാല്യൂ കുറവായിരിക്കും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. മാസി മൂവ്മെൻറ്റ് കിട്ടിയാലും ഇതിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. പിയുടെ കേസിലാണെങ്കിൽ 48,000, 47,900. റേറ്റ് കുറഞ്ഞതാണെങ്കിൽ 47,500. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എനിവേ എല്ലാവർക്കും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അനലൈസിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം, നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഓൾ ദി ബെസ്റ്റ്.